കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ തോറ്റമ്പി ഒരു പരിശോധന നടത്തിയോ ഈ പാർട്ടി? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് പരിശോധിച്ചോ? ഏത് പാർട്ടി നേതൃത്വമാണ് പരിശോധന നടത്തിയത്? ഒരു പരിശോധനയും നടന്നിട്ടില്ല. എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ തിരിഞ്ഞു നിന്നു? എന്താണ് യഥാർത്ഥ പ്രശ്നം? വടകര മത്സരിച്ച ടീച്ചറുണ്ടല്ലോ, ആരായിരുന്നു ടീച്ചർ? കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ, രാഷ്ട്രത്തിന് അതീതമായി അംഗീകാരം ഉണ്ടായിരുന്നു അവർക്ക്. ഒരു വോട്ട് പേഴ്സണായി കിട്ടിയ സഹോദരന്മാരെ ആ വടകരയിൽ എല്ലാരെക്കാളിലും വോട്ടിന് കണ്ണൂർ ജില്ലയിൽ, വടകരയിൽ, കോഴിക്കോട് അവർ തോറ്റില്ലേ? എല്ലാവരും 1,00,000 തോൽക്കുമ്പോൾ ടീച്ചർ ഏറ്റവും ചുരുങ്ങിയ 50,000-നല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വോട്ട് ജനം ചെയ്തിട്ടില്ല. ഈ പാർട്ടി പഠിച്ചോ? പരിശോധിച്ചോ? എന്തേ പരിശോധിക്കാത്തത്? അത് പരിശോധിക്കണമെന്നാണ് ഞാൻ കത്ത് കൊടുത്തത്. മനസ്സിലായോ? ശബരിമല എന്തായിരുന്നു പാർട്ടിയുടെ കണക്കൂട്ടൽ? ഒന്നാമത്തെ ജാഥയിൽ പോകുമ്പോഴേ ഞാൻ പോയി, ഞാൻ കത്ത് കൊടുത്തു, പാർട്ടി തിരുത്തണം. ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാർക്ക് അതിൽ താല്പര്യമല്ല. അവർ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ എന്തിനിതിൽ ഇടപെടണം? അവർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത് എന്നാണ് പാർട്ടി വിശദീകരണം. ഒരു ഹൈന്ദവ സഹോദരിയും തയ്യാറില്ല. എന്നിട്ട് ഏതോ ആന്ധ്രയിന്നോ എവിടുന്നോ 2 ബലാലിനെ വലിച്ചു കൊടുത്തിട്ട് പോലീസിനെ കുത്തിക്കയറ്റി അല്ലേ? പഠിച്ചോ പാർട്ടി? ഒരു ചർച്ചയില്ല. പിണറായി വിജയന്റെ പേര് കേട്ടാ മുട്ട് പറക്കാണ്. മനസ്സിലായില്ലേ? എന്തത്? എന്തിനു വേണ്ടി? ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ചർച്ചകൾ നടക്കണം, അന്വേഷിക്കണം. എന്തുകൊണ്ട് ഈ പരാജയം? അവസാനം എന്നെ കൊണ്ട് ഇതെല്ലാം കൂടെ പറയിപ്പിച്ച് ഇപ്പം ഞാൻ ഔട്ടൊരു അറ്റാച്ച് ഔട്ടാ എന്നാ ഇതന്നെയല്ലേ CPI-ക്കാരും പറയുന്നത്? ഈ ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കണമെന്ന്. അത്രയല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? PV അൻവർ കള്ളക്കാരുടെയും കൊള്ളക്കാരുടെയും നേതാവാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 3.5 കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. മാത്രമോ? ഭീഷണിപ്പെടുത്തിയില്ലേ? ഫോൺ ചോർത്തൽ ഗവർണർ കത്ത് തന്നിട്ടുണ്ട്. അത് വേറെ അന്വേഷണം. ഞാനെന്താ മാളത്തൊക്കെ വിളിക്കും വിചാരിച്ചവര്? അതിന് വേറെ ആളെ നോക്കണം. ഭയപ്പെടുത്തേ. അപ്പോഴാണ് ലെവല് തെറ്റുന്നത്. എൻ്റെ സ്ഥാനത്ത് അദ്ദേഹം ആലോചിച്ചോട്ടെ. ഞാനാണ് ഇപ്പുറത്തും, അദ്ദേഹമാണ് ഇപ്പുറത്ത്, അദ്ദേഹം ഞാൻ അപ്പുറത്തുമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുക്കും. അപ്പൊ CPI-ക്കാർക്ക് പറയാം, അൻവറിന് പറയാൻ പാടില്ല അല്ലേ? എന്താണ് മനസ്സിലാവാത്ത സഖാക്കൾക്ക്? അവിടെയാണ് വിഷയം. അവിടെയാണ് വിഷയം. അതാണ് ജനങ്ങൾ പരിശോധിക്കേണ്ടത്. ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞു വരുന്ന നെക്സസുകളാണ്. അടിവേരറ്റുപോകും ഈ സമൂഹത്തിൻ്റെ. വളരെ ചുരുങ്ങിയ ആളുകളുടെ കയ്യിലേക്ക് അധികാരവും പണവും സമ്പത്തും പോലീസും ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം, ഞാൻ ഈ പറഞ്ഞതുപോലെ കുരിയിരുട്ടത്ത് ഒരു കറുത്ത പാറയുടെ മേലെ ഒരു കറുത്ത ഉരുമ്പ് ഇഴഞ്ഞ് മെല്ലെ നീങ്ങി വരുന്നത് പോലെ ഈ ഫാസിസം മറ്റൊരു വഴിയിലൂടെ നമ്മുടെ സമൂഹത്തിലാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ട് ഞാൻ ഈ പറയുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ നമ്മുടെ സമുദായത്തെ ഏൽപ്പിച്ച, നമ്മൾ നമ്മുടെ പാർട്ടിയെ ഏൽപ്പിച്ച, നമ്മൾ നമ്മുടെ ജനങ്ങളെ കാര്യങ്ങളെ ഏൽപ്പിച്ച ഈ പറയുന്ന എല്ലാ പാർട്ടിയിലും പെട്ട നെക്സസുകൾ ഇവരൊറ്റക്കെട്ടാണ്. ഈ ദുരന്തങ്ങളുടെയൊക്കെ മുഴുവൻ കാരണം അതാണ്. വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അരുത് കാട്ടാള എന്ന് പറഞ്ഞത് കൈ ഉയർത്താൻ ജനങ്ങൾക്ക് സാധിച്ചാൽ ഇതിനൊരു അറുതി ഉണ്ടാകും. എനിക്ക് എൻ്റെതായ പരിമിതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ള റിസ്ക് ഞാൻ എടുത്തു കഴിഞ്ഞു.
അപ്പം ഇനി ജനങ്ങൾ ആലോചിക്കണം. ഈ മലപ്പുറത്തെ 10 സ്ഥലങ്ങളിൽ ഇതേപോലെ പൊതുയോഗം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളോട് ഞാൻ സംസാരിക്കണം. നാളെ മാമി കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം കോഴിക്കോട് മുതലക്കുളം മൈതാനിയില്ല. അപ്പം ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും ഈ ജനം തന്നെയാണ്, ജനമാണ് രാജാവ്. കിങ് എന്ന സിനിമ കണ്ടിട്ട് കാര്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ട പോലീസുകാർ നമ്മളെ ജീവൻ രക്ഷിക്കാൻ, ഈ സമൂഹത്തിന് വേണ്ടി നന്മ പുലരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നെറ്റ് ചൊടിച്ച് എല്ലാ പോലീസുകാരെയും മുഖത്തേക്ക് നിങ്ങൾ നോക്കണ്ട. ഇത് വിരലിലുണ്ടാവുന്ന വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ആ ക്രിമിനൽ സംഘത്തിൽ നിന്ന് ഈ പോലീസ് സേനയെ മോചിപ്പിച്ചെടുക്കണം. ഇപ്പം കേസന്വേഷണം അല്ല നടക്കുന്ന എൻ്റെ പരാതി. ഇപ്പം ആകെ നടക്കുന്ന അന്വേഷണം എന്താ പറയുക, ഈ ചങ്ങാതിക്ക് എങ്ങനെയാണ് വിവരമൊക്കെ കിട്ടിയത്? ഇത് തന്ന നല്ല മനസ്സ് ഉള്ള ഈ നാടിൻ്റെ നന്മയാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നാണ് പലതും. അവരെ തിരഞ്ഞെടുക്കുക, അതിൻ്റെ CCTV നിറഞ്ഞെടുക്കുക. അതിൽ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാറേ പണി അങ്ങോട്ട് പോയാലും നല്ല തൂമ്പുണ്ട് നാട്ടിൽ. മനസ്സിലായോ? നല്ല തൂമ്പുണ്ട് നാട്ടിൽ. ഞങ്ങൾ പോലീസുകാരെ ഞങ്ങൾ കളക്കാനിറങ്ങും, എന്നാലും ഈ അനീതിക്ക് സാറിൻ്റെ കൂടെ ഉണ്ടെന്നാ. ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞോ, ആ CCTV ഒക്കെ ഒന്ന് ഓഫാക്കുക നമ്മളെ സ്റ്റാഫിനോട്. അപ്പം നല്ല റാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, കേട്ട സാറേ. അപ്പോഴാണ് പറഞ്ഞ് കയ്യിന് നല്ല ബലമുണ്ട്, തൂമ്പായിട്ട് ഇറങ്ങിക്കോളാം മക്കളെ പോറ്റാൻ. ആ പോലീസും കേരളത്തിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ ബൈപ്പാസും മറ്റേ മുനിസിപ്പാലിറ്റീൻ്റെ കാര്യമൊന്നും ഞാൻ കിടക്കണില്ല. തൃശ്ശൂർ പൂരം വിട്ടു വീണല്ലേ, അതൊക്കെ ആകെ കലങ്ങി നിൽക്കണ പൂരം. ഞാൻ കലക്കേണ്ട കാര്യമില്ല, അത് ആകെ കലങ്ങിയിട്ട് എന്തായാലും പറയാം. പണ്ടൊരു സാധനം ഉണ്ടായി, പേരിട്ടില്ല, ഒരു നാടൻ പേര്, നന്നാറി സർവത്തൊന്നുമല്ല, ഇതൊക്കെപ്പാടെ കൂട്ടിയിട്ടൊരു സാധനമുണ്ട് എന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുക എല്ലാവരും. എന്താ അറിയോ, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് ADGP അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഭയങ്കര തീരുമാനമാണ് കേട്ടോ, ഭയങ്കര തീരുമാനമാണ് കേട്ടോ തൃശ്ശൂർ എടുത്തതേ. വല്ല കാര്യമുണ്ടോ? ആ കസാലിൽ നിന്ന് മാറ്റി അപ്പുറത്തെ കസാലിക്കാൻ ഞാൻ കൊടുത്ത അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തിൻ്റെ രേഖകൾ മാത്രം മതി ഈ ചങ്ങാതിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കാൻ. ഇനിയിപ്പോൾ അതിന് കൈയൊട്ടാൻ നിൽക്കുക എല്ലാവരും. ഏത് ADGP മാറ്റിയോ അല്ലേ? വെറുതെ വിഡ്ഢികളാൻ നിൽക്കേണ്ട ജനങ്ങളെ നിങ്ങൾ. സസ്പെൻഡ് ചെയ്ത് PHQവിനെ പുറത്ത് നിർത്തണം അവനെ, ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ. PHQ എന്ന് പറഞ്ഞ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്ത് നിർത്തണം. താക്കോല് വാങ്ങണം, എൻ്റെ അടുത്ത് ഫോണ് വാങ്ങണം, അവൻ്റെ മെയിൽ ID വാങ്ങണം. ഈ പോലീസുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യണം. കള്ളിമുണ്ടെടുത്ത് നടത്തിവിടണം, കാക്കി അഴിച്ചു വെച്ചിട്ട്. എന്നിട്ട് സത്യസന്ധമായ അന്വേഷണം നടത്തണം. ഒന്നും നടക്കൂല കൂട്ടരെ, മനസ്സിലായോ? ഞാകെ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ, നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചോളൂ, അത് നമുക്ക് ജുഡീഷ്യറിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കട്ടെ. ഹൈക്കോടതി എടുത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, കോൾ ഫോർ ചെയ്യാലോ. അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ. അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിൻമെന്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കട്ടെ. തെളിവ് PV അൻവർ ലോറി കൊണ്ടേ കൊടുക്കും.